അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 7ാമത്തെ പാഠം വല്ലാഹി ലാ ഉസല്ലിമുക. പാഠം വായിച്ച് ഇൻഷാ അല്ലാഹ് തദ്രീബാത്ത് നോക്കാം. ഈ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടക്കകാലത്ത് പ്രബോധനം നടത്തുന്ന സമയത്തുണ്ടായ വിഷമങ്ങളും ശത്രുക്കളിൽ നിന്നുണ്ടായ പീഡനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഇവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ ഇസ്ലാമിന് ഇസ്സത്ത് വന്ന ചരിത്രങ്ങളും അതൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. വല്ലാഹി ലാ ഉസല്ലിമുക, എന്താ അതിൻ്റെ അർത്ഥം? വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലാ ഉസല്ലിമുക, നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. വല്ലാഹി ലാ ഉസല്ലിമുക, നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കുമ്പോൾ വിഷയം മനസ്സിലാകും. വല്ലാഹി ലൗ വളഉ ശംസ ഫി യമീനി വൽ ഖമറ ഫി യസാരി അലാ അൻ അത്റുക ഹാദൽ അംറ ഹത്താ യുദ്ഹിറഹുല്ലാഹു ഔ ഉഹ്ലിക ഫീഹി മാ തറക്തുഹു. എൻ്റെ വലത് കയ്യിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും അവർ വെച്ചു തന്നാലും ഞാൻ എൻ്റെ ദൗത്യം ഉപേക്ഷിക്കില്ല. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഘട്ടത്തിൽ അബൂ ത്വാലിബിനോട് എന്താ പറഞ്ഞത്? എൻ്റെ വലത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനും അവർ വെച്ചു തന്നാലും ഞാൻ എൻ്റെ ദൗത്യം ഉപേക്ഷിക്കുകയില്ല. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനോട് പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കാൻ ഖുറൈശികൾ എല്ലാ അടവുകളും പയറ്റി. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുപമ വ്യക്തിത്വവും ഇസ്ലാമിൻ്റെ മഹത്തായ ആശയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെളിപ്പെട്ട അമാനുഷിക കാര്യങ്ങളും പ്രബോധനത്തെ വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പ്രബോധനത്തെ വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നബിയുടെ അനുപമ വ്യക്തിത്വവും ഇസ്ലാമിൻ്റെ മഹത്തായ ആശയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെളിപ്പെട്ട അമാനുഷിക കാര്യങ്ങളും. അതാണ് പ്രബോധനത്തെ വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഖുറൈശികൾ അബൂ ത്വാലിബിനെ സന്ദർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതകരുകയോ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യണം? ദൗത്യത്തിൽ നിന്ന് തടയുക. ഈ ദീനിൻ്റെ പ്രബോധനം, ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടഞ്ഞു വെക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിട്ടുതരുമോ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടുതരുമോ എന്ന് ആവശ്യപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം പറഞ്ഞു. അബൂ ത്വാലിബ് ചെന്നിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുറൈശികൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് നബിയോട് എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞത്. എപ്രകാരം പറഞ്ഞത്? എൻ്റെ വലത് കയ്യിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും അവർ വെച്ച് തന്നാലും ഞാൻ എൻ്റെ ദൗത്യം ഉപേക്ഷിക്കില്ല. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. ഈ സമയത്ത് ഖുറൈശികൾ നബി സല്ലല്ലാഹു അബൂ ത്വാലിബിനോട് വന്ന് പറഞ്ഞു, നബിയെ ദൗത്യത്തിൽ നിന്ന് തടയുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? തങ്ങൾക്ക് വിട്ടുതരുകയോ ചെയ്യാൻ അവർ എന്ത് ചെയ്തു? അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടു. അപ്പം നബിതങ്ങൾ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ ചെന്ന് അബൂ ത്വാലിബ് നബിതങ്ങളോട് പറഞ്ഞതാണ്, എൻ്റെ വലത് കയ്യിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും അവർ വെച്ചു തന്നാലും ഞാൻ എൻ്റെ ദൗത്യം ഉപേക്ഷിക്കുകയില്ല. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരമായ ശബ്ദം കേട്ട് അബൂ ത്വാലിബ് പറഞ്ഞു, സഹോദരപുത്ര, നിനക്കിഷ്ടമുള്ളത് പറഞ്ഞോളൂ, ഞാൻ നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കുകയില്ല. അബൂ ത്വാലിബ് എന്താ പറഞ്ഞത്? സഹോദരപുത്ര, നിനക്കിഷ്ടമുള്ളത് പറഞ്ഞോളൂ, ഞാൻ നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഭീഷണി വലിക്കില്ലെന്ന് കണ്ടപ്പോൾ ഖുറൈശികൾ പ്രലോഭനത്തിൻ്റെ മാർഗം സ്വീകരിച്ചു. ഏത് മാർഗം? ഭീഷണി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനം നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവർ പ്രലോഭനത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു. പ്രലോഭനം എന്ന് പറഞ്ഞാൽ വശീകരണ മാർഗം, സോപ്പിടുക എന്നൊക്കെ പറയില്ലേ, ആ പരിപാടി. അങ്ങനെ ഉത്ബത്ത് ബിൻ റബീഅയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. ശത്രുക്കൾ നബി തങ്ങളുടെ അടുക്കിലേക്ക് ഉത്ബത്ത് ബിൻ റബീഅയെ അയച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സഹോദരപുത്ര, നിന്റെ ഉദ്യമം കൊണ്ട് പണമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ധനികനാക്കാൻ മാത്രം പണം ഞങ്ങൾ നിനക്ക് സ്വരൂപിച്ചു തരാം.
നീ നല്ല പൈസക്കാരനാകാനാണ്, നല്ല പണക്കാരനാകാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിൻ്റെ ഈ പ്രബോധനം കൊണ്ട് നീ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിനക്ക് വേണ്ട സമ്പത്തുകളൊക്കെ നന്ന് ഞങ്ങൾ നിന്നെ എന്ത് ചെയ്തേക്കാം, വലിയ പണക്കാരനാക്കാം എന്നെന്ത് ചെയ്തു ഈ ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറഞ്ഞു. നേതൃത്വമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്നെ എതിരില്ലാത്ത നേതാവാക്കാം. ഈ പ്രബോധനം കൊണ്ട് നീ വലിയ നേതാവാകാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്നെന്ത് ചെയ്യാം, നിൻ്റെ എതിരില്ലാത്ത, നിൻ്റെ എതിരിൽ ഒരാളുമില്ലാത്ത രൂപത്തിലുള്ള നേതാവാക്കാം എന്നവർ പറഞ്ഞു. രാജാവാകാനാണ് മോഹമെങ്കിൽ രാജാവാക്കാം, രാജാവാകാനാണ് നിനക്ക് മോഹമെങ്കിൽ നിന്നെ ഞങ്ങൾ രാജാവാക്കാം. നിനക്ക് അസുഖമാണെങ്കിൽ ചികിത്സിക്കാം, നീ അസുഖം മൂലമാണോ ഇങ്ങനെ വല്ലതും ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ചികിത്സിക്കാം എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആര് പറഞ്ഞു, ഉത്ബത്ത് ബിൻ റബീഅ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫുസ്സിലത്തിനെ ഏതാനും ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. ഉത്ബ ആശ്ചര്യഭരിതനായി. ആ വചനങ്ങളുടെ സാഹിത്യമേന്മയും ആശയ ഗാംഭീര്യവും ഉത്ബയെ പിടിച്ചു കുലുക്കി. അദ്ദേഹം തിരിച്ചു വന്ന് ഖുറൈശികളോട് പറഞ്ഞു, ഞാൻ ചില വചനങ്ങൾ കേട്ടു, അതുപോലൊന്ന് മുമ്പ് കേട്ടിട്ടില്ല. അത് കവിതയല്ല, ജ്യോത്സ്യവചനമല്ല, ആഭിചാരമല്ല. ഖുറൈശികളെ, എന്നെ അനുസരിക്കൂ, അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടേക്കൂ എന്ന് ഉത്ബത്ത് എന്ത് ചെയ്തു പറഞ്ഞു. നബി തങ്ങളെ പ്രബോധനത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി പോയ ഉത്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്തങ്ങോട്ട് ഓതി കൊടുത്തപ്പോൾ, ആദ്യത്തെ ആയത്തുകൾ ഓതി കൊടുത്തപ്പോൾ ഇവനെന്ത് ചെയ്തു, ഉത്ബത്ത് ബിൻ റബീഅ അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു പോയി. എന്താ പറഞ്ഞു എന്നിട്ട്, ചില വചനങ്ങൾ ഞാൻ കേട്ടു, അതുപോലൊന്ന് മുമ്പ് കേട്ടിട്ടില്ല. അത് കവിതയല്ല, ജ്യോത്സ്യവചനമല്ല, ആഭിചാരമല്ല. ഖുറൈശികളെ, എന്നെ അനുസരിക്കൂ, അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടൂ എന്ന് ആര് പറയാണ്? ഉത്ബത്ത് തൻ്റെ ശത്രുക്കളോട്, തന്നെ പറഞ്ഞയച്ചവരോട് ചെന്ന് പറയുകയാണ്. ഇസ്ലാം നാൾക്കുനാൾ പ്രചരിച്ചു കൊണ്ടിരുന്നു. ഖുറൈശികളുടെ പീഡനവും വർദ്ധിച്ചു. അപ്പോൾ എത്യോപ്യയിലേക്ക് ഹിജറ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് അനുമതി നൽകി. നുബുവത്തിൻ്റെ 5-ാം വർഷം 10 പുരുഷന്മാരും 4 സ്ത്രീകളും, 6-ാം വർഷം 53 പുരുഷന്മാരും 18 സ്ത്രീകളും എത്യോപ്യയിലേക്ക് ഹിജറ പോയി. ഇങ്ങനെ നുബുവത്തിൻ്റെ 5-ാം വർഷം 10 പുരുഷന്മാരും 4 സ്ത്രീകളും, 10 പുരുഷന്മാരും 4 സ്ത്രീകളും, ഹിജ്റ 5-ാം വർഷത്തിൽ എത്യോപ്യയിലേക്ക് പോകുന്നത്. ഇനി ഹിജ്റ 6-ാം വർഷത്തിൽ 53 പുരുഷന്മാരും 18 സ്ത്രീകളും എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. എന്താ ഹിജ്റ പോകാൻ കാരണം? ഇവിടെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചതുകൊണ്ടാണ്, ഖുറൈശികളുടെ പീഡനങ്ങൾ വർദ്ധിച്ചതുകൊണ്ടാണ് അങ്ങനെ അവർ ഹിജ്റ പോയി. ഇതിനിടെ മക്കയിൽ പ്രധാനികളായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാം സ്വീകരിച്ചു. അതോടെ മുസ്ലിങ്ങളുടെ ശക്തി വർദ്ധിച്ചു. അത് ഖുറൈശികളെ ആശങ്കാകുലരാക്കി. അവർ നബിക്കും കുടുംബത്തിനുമെതിരെ ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊടുക്കുന്നതുവരെ ബനൂ ഹാഷിം, ബനൂ മുത്തലിബ് കുടുംബാംഗങ്ങളുമായി വിവാഹബന്ധം പാടില്ല, ഇടപാടുകൾ പാടില്ല, സഹവസിക്കരുത്, സന്ധി ചെയ്യരുത് എന്നീ തീരുമാനങ്ങൾ അവർ എഴുതി കഅബയിൽ തൂക്കി. എന്താ നബി തങ്ങൾ വന്ന ഉപരോധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകൊടുക്കുന്നത് വരെ ബനൂ ഹാഷിം, ബനൂ മുത്തലിബ് കുടുംബങ്ങളുമായി വിവാഹബന്ധം പാടില്ല, ഇടപാടുകൾ പാടില്ല, സഹവസിക്കരുത്, സന്ധി ചെയ്യരുത്. ഇങ്ങനെയെല്ലാം തീരുമാനങ്ങൾ എഴുതിയിട്ട് അവർ കഅബയിൽ തൂക്കി. അതിൻ്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബക്കാരും ശിഅബ് അബി ത്വാലിബിൽ ഉപരോധിക്കപ്പെട്ടു. പട്ടിണിയും ദാരിദ്ര്യവും അവരെ പ്രയാസത്തിലാക്കി. വൃക്ഷങ്ങളുടെ ഇലകൾ ഭക്ഷിക്കാൻ വരെ അവർ നിർബന്ധിതരായി. അതിനിടെ കുട്ടികളുടെയും മറ്റും ദൈന്യത കണ്ട് ഖുറൈശികളിൽ ഭൂരിഭാഗവും ഊരുവിയക്കിനെ എതിർത്തു. അവരിൽ ചിലർ കഅബയിൽ തൂക്കിയ പത്രിക വലിച്ചു കീറി. അതിനു മുമ്പ് തന്നെ അല്ലാഹു തആലയുടെ നാമങ്ങളൊഴികെയുള്ളതെല്ലാം ചിതൽ തിന്ന് നശിപ്പിച്ചിരുന്നു. അങ്ങനെ നുബുവത്തിൻ്റെ 10-ാം വർഷം ഊരുവിലക്ക് അവസാനിച്ചു. മാഹുവ ബിശ്ശിഅരി വലാ ബിശ്ശിഅർ, അത് കവിതയല്ല, ആഭിചാരവുമല്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ നഫ്ഹം നഖറും വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഒന്ന് മുഅ്ജിസത്ത് എന്താ? നബിമാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യം. അടുത്ത ദഅവത്ത്, പ്രബോധനം. യമീനുൻ വലതു കൈ, ഷിമാലുൻ ഇടതു കൈ. ലാ അത്റുക്കു, ഞാൻ ഉപേക്ഷിക്കില്ല. അസ്ജാറുൻ മരങ്ങൾ, ഗനിയുൻ ധനികൻ.
ബാക്കിയുള്ള വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ മലയാള വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ പരിഭാഷയും കൊടുത്തിട്ടുണ്ട്. പീഡനം, പീഡനം എന്ന് പറഞ്ഞാൽ ഉപദ്രവം, പ്രലോഭനം എന്ന് പറഞ്ഞാൽ വശീകരണം, പ്രതിരോധം എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തൽ, പ്രബോധനം, ഉപദേശം, ക്ഷണം. ബാക്കിയുള്ളതും വായിച്ച് മനസ്സിലാക്കുക. സിഹിർ എന്ന ആഭിചാരം മാറണം. ഇനി രണ്ടാമത്തത് നുത്തർജിമു ഇലാ ലുഗത്തിന, നമ്മുടെ ഭാഷയിലേക്കാക്കാനാണ്. ദഅവത്ത് എന്ന് എന്താ? പ്രബോധനം. ഖനിയ എന്ന ധനികന്, നുബുവത്ത് എന്ന പ്രവാചകത്വം, വറക്കുന്ന് എന്ന ഇല, അഷ്ജാർ എന്ന് പറഞ്ഞാൽ മരങ്ങൾ. ഇപ്പോൾ നഖറവ് നഫഹം വായിച്ചെടുത്തിട്ടുണ്ടത് എല്ലാം. ഇനി അടുത്ത് അറബി ആക്കാനാണ്. നബിമാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യം എന്താണത്? മുഅ്ജിസത്ത്. രാജാവ് എന്താ അറബി പറയുക? മലിക്ക്. ആഭിചാരം അതിൻ്റെ അറബി സിഹിർ. ഇല വറക്കുൻ. ഇടതുകൈ ഷിമാലുൻ. ഇനി അടുത്തത് നാലാമത്തെ നുൻഷി ഉൽ ജുംല. ചില വാക്കുകൾ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എഴുതാനുള്ളതാണ്. എന്തൊക്കെയാണ് എഴുതേണ്ടത്? സ്വരൂപിക്കുക. മദ്രസ ഉണ്ടാക്കാൻ പണം സ്വരൂപിച്ചു. അടുത്തത് സഹവാസം, നല്ലവരോടുള്ള സഹവാസം നല്ലതാണ്. അടുത്തത് ഊരുവിലക്ക്, അവർ ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. അടുത്തത് ദൗത്യം, ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു. പ്രലോഭനം, അവരുടെ പ്രലോഭനം ഫലം കണ്ടില്ല. ഇനി നുഇദ്ദു അസ്ഇല, ചോദ്യം ഉണ്ടാക്കാനാണ്. ഈ പാഠത്തിൽ നിന്ന് 7 ചോദ്യങ്ങൾ നിർമ്മിച്ച് അവയുടെ ഉത്തരങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. 1. എത്യോപ്യയിലേക്ക് നുബുവത്തിൻ്റെ എത്രാം വർഷമാണ് ഹിജ്റ പോയത്? ആൻസർ 5-ാം വർഷം. 2. ഖുറൈശികൾ ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് അയച്ചത്? ആൻസർ ഉത്ബത്ത് ഇബ്നു റബീഅയെ. 3. ഖുറൈശികൾ അബൂ ത്വാലിബിനെ സമീപിച്ച് എന്താണ് ആവശ്യപ്പെട്ടത്? ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതരികയോ ചെയ്യണമെന്ന്. ഇനി 4. എത്യോപ്യയിലേക്ക് ഹിജ്റ പോകുമ്പോൾ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു? ആൻസർ 4 സ്ത്രീകൾ. 5. മക്കയിൽ പ്രധാനികളായിരുന്ന 2 പേർ ഇസ്ലാം സ്വീകരിച്ചു. ആരാണവർ? ആൻസർ ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. 6. തീരുമാനങ്ങൾ എഴുതി എവിടെയാണ് അവർ തൂക്കിയത്? ആൻസർ കഅബയിൽ. 7. നുബുവത്തിൻ്റെ എത്രാം വർഷമാണ് ഊരുവിലക്ക് അവസാനിച്ചത്? ആൻസർ 10-ാം വർഷം. ഇനി നംലഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 1-ാമത്തത് പറയുന്നത് നുബുവത്തിൻ്റെ 5-ാം വർഷം ഡാഷ് പുരുഷന്മാരും 4 സ്ത്രീകളും ഹബിഷയിലേക്ക് ഹിജ്റ പോയി. നുബുവത്തിൻ്റെ 5-ാം വർഷം 10 പുരുഷന്മാർ. എത്ര പുരുഷന്മാരോ? 10 പുരുഷന്മാർ. നുബുവത്തിൻ്റെ 6-ാം വർഷം 53 പുരുഷന്മാരും ഡാഷ് സ്ത്രീകളും ഹിജ്റ പോയി. എത്ര സ്ത്രീകളാണ്? 18 സ്ത്രീകളും ഹിജ്റ പോയി. 3. നുബുവത്തിൻ്റെ ഡാഷ് വർഷം ഊരുവിലക്ക് അവസാനിച്ചു. നുബുവത്തിൻ്റെ 10-ാം വർഷം ഊരുവിലക്ക് അവസാനിച്ചു. 4. ഊരുവിലക്കിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ഡാഷിൽ ഉപരോധിക്കപ്പെട്ടു. ഇവിടെ ഷിഅബ് അബി ത്വാലിബിൽ ഉപരോധിക്കപ്പെട്ടു. 5. കഅബയിൽ തൂക്കിയ പത്രികയിൽ ഡാഷ് ഒഴികെയുള്ളതെല്ലാം ചിതൽ തിന്ന് നശിപ്പിച്ചു. ഏത്? അല്ലാഹു തആല നാമങ്ങൾ ഒഴികെയുള്ളതെല്ലാം, അല്ലാഹു തആലയുടെ നാമങ്ങൾ ഒഴികെയുള്ളതെല്ലാം ചിതൽ തിന്ന് നശിപ്പിച്ചു. 6. ഖുറൈശികൾ ഡാഷിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തേക്ക് ദൂതനായി അയച്ചു. ആരയച്ചത്? ഉത്ബത്ത് ഇബ്നു റബീഅയെ. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠം കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.